പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചുള്ള ലേഖനവുമായി ബന്ധപ്പെട്ട RSS മുഖപത്രമായ ഓർഗനൈസർ വാരികയ്ക്കെതിരായ മാനനഷ്ട കേസ് റദ്ദാക്കി. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ കേസാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. നിരോധിച്ചതിനാൽ PFI നിയമപരമായ സ്ഥാപനമല്ലെന്നും കോടതി പറഞ്ഞു. 2017 സെപ്റ്റംബറിൽ RSS മുഖപത്രമായ ഓർഗനൈസറിൽ ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ലേഖനം പ്രസിദ്ധീകരിച്ചു. നിരോധിത സംഘടനയായ സിമിയുടെ മറ്റൊരു രൂപമാണ് PFI എന്നും ലവ് ജിഹാദിലടക്കം PFIയുടെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടുന്നതുമായിരുന്നു ലേഖനം. പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദ റിക്രൂട്ട്മെന്റ് അടക്കം ലേഖനത്തിലൂടെ പുറം ലോകം വായിച്ചറിഞ്ഞു. അതിനിടെ ലേഖനത്തിന്റെ ഉള്ളടക്കം പോപ്പുലർ ഫ്രണ്ടിനെയും കേരള സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടി PFI ജനറൽ സെക്രട്ടറി ഓർഗനൈസർ വാരികയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ മുൻപിലുള്ള ഈ മാനനഷ്ട കേസാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നിലവിൽ റദ്ദാക്കിയത്. രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്നത് ഒരു വസ്തുതയാണ്. നിരോധിച്ചതിനാൽ PFI നിയമപരമായ സ്ഥാപനമല്ല. അപകീർത്തി എന്നത് നിരോധിത സംഘടനയെ ബാധിക്കുന്നതല്ലെന്നും മാനനഷ്ട കേസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ലേഖനത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ പലതും പൊതുവിടത്തിൽ നിലനിന്നവയാണെന്നും അതിനാൽ ഹർജിക്കാരായ ഓർഗനൈസർ വാരികയ്ക്കും ബന്ധപ്പെട്ടവർക്കുമെതിരെ ഒരു നിരോധിത സംഘടന നൽകിയ മാനനഷ്ട പരാതി നിലനിൽക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മാനനഷ്ട കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഓർഗനൈസർ പ്രസാധകർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവ്. ജനം, കൊച്ചി.